അപ്പോൾ ഇന്നൊരു ഹെയർ മേക്ക് ഓവർ ഡേ ആണ്. ലൈക്ക് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ബർത്ത്ഡേ വീഡിയോസിൽ ഇനിയുള്ള കുറച്ച് 2-3 വീഡിയോസായിട്ട് ഞാൻ പറയുന്ന കാര്യമാണ് എൻ്റെ മൂഡ് ഓക്കെ അല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു ഹെയർ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാം. നമുക്കിങ്ങനെ ഒന്ന് മൂഡ് ഔട്ടാണ്, അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒന്ന് പോയി മുടിയൊക്കെ കളർ ചെയ്യുമ്പോൾ ഒന്ന് മൈൻഡ് കുറച്ച് സെറ്റാവും എന്ന് വിചാരിച്ച് ഞാനും അമ്മയും കൂടിയും അപ്പോയിൻമെൻറ്റ്സ് ഒക്കെ എടുത്ത് ഹെയർ കളർ ചെയ്യാൻ വേണ്ടി വന്നു. നമുക്ക് വേറെ 2-3 അപ്പോയിൻമെൻ്റ് ഉണ്ട്, പക്ഷെ അതെല്ലാം ക്യാൻസലായിപ്പോയി. അതുകൊണ്ട് നമ്മൾ ഇവിടെ നേരത്തെ എത്തി, രാവിലെ തന്നെ വന്നു. അങ്ങനെ അമ്മയ്ക്ക് എന്താ പറയുക ഹൈലൈറ്റ്സ് ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ കുറച്ച് ഡിഫറെൻ്റ് എന്നല്ല, ഞാൻ ലാസ്റ്റ് ഒരു വട്ടം ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളൂ, ബാക്കി എല്ലാ ടൈമിലും ഞാൻ എൻഡിലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പക്ഷേ ഞാൻ കോപ്പർ കളർ ചെയ്ത പണ്ടാണ്, അത് കുറച്ചേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എനിക്കൊരു കോപ്പർ ഓറഞ്ചിഷ് പോലത്തെ ഒരു ഷെയ്ഡ് ചെയ്യണം എന്നുണ്ടായിരുന്നു. അങ്ങനെ അത് ചെയ്തു. അത്യാവശ്യം നന്നായിട്ട് അറിയാൻ പറ്റും, വെയിലത്ത് നിൽക്കുമ്പോൾ നല്ലോണം ഭയങ്കര വിസിബിളായിരിക്കും, അതിനല്ലാത്ത സമയത്തും അത്യാവശ്യം അറിയാൻ പറ്റും കേട്ടോ. ഇച്ചിരി ഒരു കോപ്പർ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഓറഞ്ച് മിക്സ് ചെയ്ത പോലത്തെ കോപ്പറാണ് ഞാൻ ചെയ്തത്. അമ്മയുടേത് ഭയങ്കര നാച്ചുറലായിട്ടൊരു ഹൈലൈറ്റ്സാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഈ വീഡിയോ എടുത്ത സമയത്ത് എനിക്ക് ഭയങ്കര ത്രോട്ട് ഇൻഫെക്ഷനും ജലദോഷമൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതാണ് എനിക്ക് ഇപ്പോഴത്തെ ജലദോഷം വളരെ വൃത്തിയിട്ട ജലദോഷമാണ്, വന്നാലും പോകുന്നില്ല. ഒരു 2-3 ആഴ്ച ഞാൻ കഷ്ടപ്പെടാൻ തുടങ്ങി, ഇപ്പോഴും എനിക്ക് പ്രശ്നമുണ്ട്. ബട്ട് ഈ വീഡിയോ ഇപ്പോഴെങ്കിലും പോസ്റ്റ് ചെയ്യേണ്ട ഞാൻ, ബിക്കോസ് ഞാൻ ഹെയർ കളർ ചെയ്തിട്ട് 3-4 ദിവസമായി ഇപ്പോൾ തന്നെ. അപ്പോൾ ഞാൻ വെച്ച് ഓക്കെ ഇനി മടിച്ചിരിക്കാതെ വേഗം വോയിസ് റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യാമെന്ന്. അങ്ങനെ ദിസ് ഈസ് ദ ലുക്ക്. ആദ്യം അവർ പോയിട്ട് വാഷ് ചെയ്തു, കളർ അപ്ലൈ ചെയ്തു, ഡ്രൈ ചെയ്തിട്ട് കളർ അപ്ലൈ ചെയ്തു, വീണ്ടും വാഷ് ചെയ്തു, എന്നിട്ട് ബ്ലോ ഡ്രൈ ചെയ്തു. ഞാൻ ഹെയർ ഒന്ന് കട്ട് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ബിക്കോസ് ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ട് അത്ര ആവുന്നില്ല. കഴിഞ്ഞ ഫ്യൂ മന്ത്സ് ആയിട്ടേ ഉള്ളൂ ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ട്, ഒരു 2 months 1 month ആയിട്ടുള്ളൂ ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ കട്ടൊന്നും ചെയ്തില്ല. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു ഒന്ന് കേൾ ചെയ്ത് സെറ്റ് ചെയ്ത് തരാം, കാരണം ലാസ്റ്റ് ടൈം ഞാൻ റെഡ് ഹെയർ കളർ ചെയ്ത സമയത്ത് ഹൈലൈറ്റ് ആയിട്ട് ചെയ്ത സമയത്ത് എനിക്ക് കേൾ ചെയ്തിട്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷേ ആ സമയത്ത് എൻ്റെ ഹെയർ ഭയങ്കര ഷോർട്ടാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ചും കൂടി ലോങ് ഹെയർ ആയതുകൊണ്ട് ഞാനൊന്ന് കേൾ ചെയ്തിട്ട് തരാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ നമ്മൾ നല്ല ലേറ്റായി, ബട്ട് സ്റ്റിൽ എന്നാലും ഞാൻ കേൾ ചെയ്യാതെ വരില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഒന്ന് കേൾ ചെയ്യുന്നതാണ് കാണുന്നത്. ലൈക്ക് നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ കേൾ ചെയ്യുന്ന കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നും മുടി ഇങ്ങനെ കടന്നിരുന്നെങ്കിൽ നല്ല രസമായിരുന്നേനെന്ന്. അപ്പോൾ ഞാനിപ്പോൾ കേൾ ചെയ്യാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദിസ് ഇസ് ദ ഫൈനൽ ലുക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു മേർജ്ഡ് ആൻഡ് ഓംബ്രെ ലുക്ക്. അത് ഫ്രണ്ടിൽ നിന്ന് കുറച്ച് നോക്കുമ്പോൾ ഫുൾ ഹെയർ ബ്ലാക്ക് ആണ്, ആൻഡ് അവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ കളർ ഡീപ്പായിട്ട് വരികയാണ് എൻഡിലോട്ട് വരുന്നതോറും. പിന്നെ നമ്മൾ സ്റ്റൈൽ യൂണിയനിൽ പോയി. ഞാൻ എപ്പോഴൊക്കെ കഴക്കൂട്ടത്ത് വരുന്നു അപ്പോഴൊക്കെ ഞാൻ സ്റ്റൈൽ യൂണിയൻ പോകും, ബിക്കോസ് എനിക്ക് സ്റ്റൈൽ യൂണിയൻ ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി അവരുടെ ജീൻസ് അടിപൊളി ജീൻസാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്റ്റൈൽ യൂണിയനിലെ ജീൻസ്. എനിക്ക് പെർഫെക്റ്റ് ഫിറ്റാണ് അവിടുത്തെ കിട്ടാറ്. സോ അപ്പം എനിക്ക് വെസ്റ്റ് സൈഡിനെക്കാട്ടിലും ജീൻസ് ഇഷ്ടം സ്റ്റൈൽ യൂണിയനിലാണ്. സോ ആരെങ്കിലും പക്ഷേ അങ്ങനെ ഓപ്ഷൻസ് ഇല്ല, പക്ഷേ ക്വാളിറ്റി നല്ലതാണ് കിട്ടിക്കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ ലുലുവിൽ പോയിട്ട് ഞാൻ ഡയറ്റൊക്കെ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ വീണ്ടും ഡയറ്റ് പോയി. ഒരു 2-3 വീക്സ് ഞാൻ 3 കിലോ ഓൾമോസ്റ്റ് കുറച്ചായിരുന്നു, പക്ഷേ ഞാൻ വീണ്ടും 1 കിലോ കൂടി, ബിക്കോസ് ഇപ്പോൾ ഡയറ്റ് വീണ്ടും ബ്രേക്കായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു ഹൈപ്പറിലൊക്കെ പോയിട്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. അതിൻ്റെ ഇടയിൽ ഞാൻ എന്തോ ഡ്രസ്സും കൂടെ വാങ്ങിച്ചു തോന്നുന്നു. വെസ്റ്റ് സൈഡിൽ കയറിയിട്ട് വെസ്റ്റ് സൈഡിലൊക്കെ സെയിൽ നടക്കുകയാണല്ലോ, വെസ്റ്റ് സൈഡും ലുലുവിലും ഹൈപ്പറിലൊക്കെ സെയിലായിരുന്നു. ഞാൻ ഈ പോയ സമയത്ത് ഫുൾ സെയിലാണ്. ഇപ്പോൾ സെയിലുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പോയ സമയത്ത് സെയിലുണ്ടായിരുന്നു. നിറയെ സ്ട്രോബെറീസ് ഉണ്ടായിരുന്നു ആ സമയത്ത്. ഇനി സ്ട്രോബെറിയുടെ സീസണാണെന്ന് തോന്നുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു. അല്ലറ ചില്ലറ ഓട്സ്, അതേപോലെ ബ്രൗൺ ഷുഗറൊക്കെ ഓഫർ ഉണ്ടായിരുന്നുകൊണ്ട് 4 പാക്കറ്റ് എടുത്തു. ബിക്കോസ് നമ്മളിവിടെ നോർമൽ ഷുഗർ അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല. നമ്മൾ വീട്ടിൽ മോസ്റ്റ് ഓഫ് ദ ടൈം ബ്രൗൺ ഷുഗറാണ് യൂസ് ചെയ്യുക. പുറത്തുനിന്ന് ആരെങ്കിലുമൊക്കെ വന്നാലാണ് പിന്നെ സാധാ ഷുഗറൊക്കെ യൂസ് ചെയ്യുന്നത്. നമ്മളങ്ങനെ സാധാ ഷുഗർ യൂസ് ചെയ്യുന്നത് ഭയങ്കര കുറവാണ്. പിന്നെ തിരിച്ചു വന്നപ്പോൾ ഒടുക്കത്തെ ട്രാഫിക് ആയിരുന്നു. പിന്നെ ഹെയർ കളർ ചെയ്തപ്പോൾ തന്നെ എൻ്റെ മൂഡ് അങ്ങോട്ട് സെറ്റായി. പിന്നെ ഫുൾ വൈബ് ചെയ്താണ് വീട്ടിലോട്ട് വന്നത്. ടൈം ഫോർ വാട്ട് ഓൾ വി ബോട്ട് ടുഡേ. ഓക്കെ, ക്വിക്കായിട്ട് കാണിച്ചു തരാം. അതിന് തന്നെ ഞങ്ങൾ വാങ്ങിച്ച കവർ കീറി, കാരണം അത്രയും സാധനങ്ങളുണ്ടായിരുന്നു. ഒരു കവർ വേറെ മാറ്റി. അതിൻ്റെ ഇത് വന്നപ്പോൾ തന്നെ എൻ്റെ പാഴ്സലല്ല, എൻ്റെ ബ്രദറിന് വേണ്ടിയിട്ടാണ്. അവൻ ഇവിടെ ഏതൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് കുറച്ച് പാൻസ് ഓർഡർ ചെയ്തായിരുന്നു. അപ്പം അത് വന്നതാണ്. ആൻഡ് ടിഷ്യൂ ഇല്ലാതെ നമുക്കിവിടെ ജീവിക്കാൻ വയ്യാത്തൊരവസ്ഥയാണ്. അപ്പം 2-3 പാക്കറ്റ് 6 ടിഷ്യൂ വാങ്ങിച്ചു. പിന്നെ ഇനി ഫോണിൻ്റെ യൂസ് കുറയ്ക്കാൻ ഞാൻ കളറിംഗ് ബുക്ക് വാങ്ങിച്ചു. ഒരു ചുമ്മാ കുറേ നാളായി കളർ ചെയ്തിട്ടൊക്കെ. പിന്നെ ഇതൊരു പേന ആൻഡ് ഒരു റോസ്മേരി വാട്ടർ. ഇതെൻ്റെ ഫോൺ. ആൻഡ് വീണ്ടും പേന, വുഡൻ ക്ലിപ്പ്, കളർ വേണ്ടേ. പിന്നെ 2 നോട്ട്ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് അമ്മയ്ക്ക് ഗ്ലാസ് പെയിൻ്റാണ്. അമ്മ ഇപ്പം കുറച്ച് ക്രാഫ്റ്റ്സ് പരമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ബ്രൗൺ ഷുഗർ. ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ചിലവുള്ളൊരു സാധനമാണ് ബ്രൗൺ ഷുഗർ. അതൊരു 4 പാക്കറ്റ് എന്തോ മേടിച്ചിട്ടുണ്ട്, ഓഫർ ഉണ്ടായിരുന്നതുകൊണ്ട് 4 പാക്കറ്റ് അത് വാങ്ങിച്ചു. പിന്നെ
നമുക്ക് മെയിനായിട്ട് കുറേ നല്ല സ്ട്രോബെറീസ് കിട്ടി കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്, കാണുമ്പോഴേ അറിയാം, നല്ല വലിയ സ്ട്രോബെറി. അങ്ങനെ നമ്മൾ 2 എണ്ണം വാങ്ങിച്ചു. സൈസ് നോക്കുന്നതിൻ്റെ എൻ്റെ അമ്മ, എനിക്ക് ഇത് തിന്നാൻ കൊതിയാവുന്നു, പക്ഷെ നമുക്ക് നാളെ തിന്നാം. പിന്നെ അച്ചാർ വാങ്ങിച്ചു, സവാള, ഓട്സ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ, അലുക്കുലത്ത് സാധനങ്ങളൊക്കെയാണ് ബാക്കിയുള്ളത്. പിന്നെ ഇത് ഞാൻ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഈ ഒരു പാൻറ്റ്സ് ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് സ്റ്റൈൽ യൂണിയനിലും വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് അതിനകത്ത് ഇട്ടേക്കണം. ഇത് വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ ഒരു ടോപ്പ്. ഇതിൻ്റെ സ്കേർട്ടും ഉണ്ടായിരുന്നു, പക്ഷേ അത് ഭയങ്കര ഷോർട്ട് സ്കേർട്ടാണ്. ഞാൻ എവിടെ ഇടാം, ഈ ടോപ്പ് വരെ ഞാൻ എവിടെ ഇടുമെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്കിത് എടുക്കാതിരിക്കാൻ തോന്നില്ല, ബിക്കോസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിങ്ങനെ കണ്ടാൽ മനസ്സിലാവില്ല, അത് ഇടുമ്പോഴേ അതിൻ്റെ ഭംഗി അറിയാവൂ. പിന്നെ ഒരു ജീൻസ് ഞാൻ സ്റ്റൈൽ യൂണിയൻ മേടിച്ചത്. എനിക്ക് സ്റ്റൈൽ യൂണിയൻ്റെ ജീൻസ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നതും സ്റ്റൈൽ യൂണിയൻ്റെ ജീൻസാണ്. സോ അത് വാങ്ങിച്ചു. പിന്നെ ഇത് എനിക്ക് വന്ന പാഴ്സലാണ്, എന്താണെന്ന് പൊട്ടിച്ച് നോക്കണം. ഐ തിങ്ക് ഏതൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് സെൻഡ് ചെയ്തിട്ടുള്ള ഡ്രസ്സാണ്. സോ ഇതും പൊട്ടിച്ച് നോക്കണം. ആൻഡ് വേറൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് വന്നത് രാവിലെ വന്ന് ഞാൻ കാണിച്ചില്ലല്ലോ. ഈ ഒരു ഡ്രസ്സ് ഞാൻ രാവിലെ വന്നാണ് അൺബോക്സ് ചെയ്യുന്നത്, ഞാൻ ഇട്ടിട്ടുണ്ടാവില്ല, എനിക്ക് ഓർമ്മയില്ല ഞാൻ അൺബോക്സ് ചെയ്ത് കാണിച്ചെന്ന്. സോ ഈ ഒരു പെർട്ടിക്കുലർ മാക്സി ഡ്രസ്സും TL Blue എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ടാകും. സോ ഇത്രയും സാധനങ്ങളാണെന്ന് വാങ്ങിച്ചത്. തളർന്നു, ജലദോഷം. സോ ദിസ് ഇസ് മൈ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ ആൻഡ് മൈ ഹെയർ കളർ. ബാക്കിൽ അത് ഞാൻ കുറച്ച് മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി ഇറക്കി വെച്ചതാണ്. കുറച്ച് സംഭവങ്ങളും കൂടെയൊക്കെ ഇനി ഇവിടെ വരും. അത് കഴിഞ്ഞിട്ട് റൂം ടൂർ വരാം ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അതെല്ലാം അഴിച്ചു വെച്ചേക്കുവാണ്. അത് എൻ്റെ റൂം മൊത്തം ഒരു മെസ്സാണ്. ക്യാൻ യു സീ ഇറ്റ്? ഇതെല്ലാം സോർട്ട് ചെയ്ത് അവിടെ ഹാളിലിരിക്കുന്ന സാധനങ്ങളെല്ലാം ക്ലീൻ ചെയ്തിട്ട് വേണം എനിക്ക് എൻ്റെ സീരീസ് കാണാൻ പോകാൻ. ഞാൻ എമിലി ഇൻ പാരീസ് കാണുകയാണ്. സോ അത് പോയി കാണണം. അത് ഇനി ഫുഡ് എന്തെങ്കിലും കഴിക്കുമ്പോൾ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. സോ ഈ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാമല്ലേ.